വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ്. ഞാൻ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കോടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ബിരിയാണിയിൽ അധികം എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ 1.5 കിലോ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.25 ടേബിൾ സ്പൂൺ തൈരും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ക്രഷ് ചെയ്തതും 12 പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും ചതച്ചതും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബിരിയാണി മസാലയും 2 വലിയ തക്കാളിയും 3 വലിയ സവാള അരിഞ്ഞതും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷായി പൊടിച്ചെടുത്ത ബിരിയാണി മസാല വേണം ഇതിലേക്ക് ചേർക്കാൻ, എന്നാൽ മാത്രമേ നല്ല മണമുണ്ടാവുകയുള്ളൂ. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും റൈസ് തയ്യാറാക്കാം. അതിനു മുൻപ് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കനം കുറഞ്ഞ് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാരയും ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ നെയ്യിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 5 കഷ്ണം പട്ടയും 6 ഗ്രാമ്പുവും 2 ഏലക്കായയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുത്ത ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസ് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു പൊട്ടുന്ന പാകമാകുന്നവരെ ഇത് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. ഇതൊരു റൈസ് പൊട്ടുന്ന പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചോറ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പച്ചമണമൊക്കെ മാറി ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ചാറ് മാത്രം മാറ്റി വയ്ക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ഇതാ റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതെ തന്നെ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി ദമ്മിട്ട് കൊടുക്കാം. മസാലയിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. പകുതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം മാറ്റി വെച്ച ചിക്കൻ്റെ ചാറ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മുകളിൽ വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസിന് മുകളിൽ പുതിന ഇലയും മല്ലിയിലയും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ഒണിയനും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 15 നിമിഷം ചെറു തീയിൽ വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. സൂപ്പർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.